താങ്കളുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ചോദിച്ചാൽ എവിടെ നിന്നായിരുന്നു ഗൗതം മേനൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ വളർച്ചയുടെ തുടക്കം? ഫിലിം മേക്കിംഗ് എനിക്ക് പാഷനാണ്. ഞാൻ എൻജിനീയറിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫിലിം മേക്കർ ആണെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കോളേജിലിരിക്കുമ്പോൾ തന്നെ കുറേ സ്ക്രിപ്റ്റ്സൊക്കെ എഴുതും. ഞാൻ അതുവരെ എനിക്കിങ്ങനെ ഐഡിയ ഇല്ല, ഇങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമ്മളവിടെയൊക്കെ പോയി പഠിച്ചിട്ട് ഇങ്ങനെ ഫിലിം മേക്കർ ആവുമെന്നൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എൻജിനീയറിങ് ചെയ്യുമ്പോൾ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ഫിലിംസിനെ കുറിച്ച് ഒരു പാഷൻ എനിക്ക് തുടങ്ങി. വീട്ടിൽ ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നല്ല, അച്ഛനമ്മയും ഫിലിം ബഫ്സാണ്. എല്ലാവരും പോലെ അവരും സിനിമ ഒക്കെ കാണും. പക്ഷെ കുറേ ഈ ക്ലാസിക്സൊക്കെ കണ്ടിട്ട് അതിനെപ്പറ്റി അവർ സംസാരിക്കുമ്പോൾ അതിലെനിക്ക് കൂടിയൊരു ഇൻട്രസ്റ്റ് എനിക്കുണ്ടായി. അപ്പോൾ രാജ് കപൂറിൻ്റെ ഫിലിംസൊക്കെ എനിക്ക് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് ടി വിയിൽ കണ്ടത്. ടി വിയിൽ അപ്പോൾ ദൂരദർശനിൽ ഈ രാജ് കപൂറിൻ്റെ ഫിലിംസൊക്കെ ഒരു ടെലികാസ്റ്റ് ചെയ്തു ഒരു 1 വീക്ക്. അത് കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ഇമ്പ്രസ്സായി. ഇങ്ങനത്തെ ഒരു റൊമാൻസും ഒരു സ്റ്റൈലിൽ അപ്പം തന്നെ ചെയ്ത ഒരു ഫിലിംസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി ആ ഫിലിംസൊക്കെ. പിന്നെ ഗുരുദത്തിൻ്റെ ഫിലിംസൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് അവർ കേൾക്കുന്ന മ്യൂസിക്കൊക്കെ കേട്ടിട്ട് വളർന്ന ഒരു സ്ഥിതിയാണ് ആ ടൈമിൽ. അപ്പോൾ കോളേജിലിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ സ്ക്രിപ്റ്റ്സ് എഴുതിയിട്ട് കോളേജ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഫിലിം മേക്കർ ആവണം, ആരെങ്കിലും കൂടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒബ്ജെക്ഷൻ പറഞ്ഞില്ല. അവർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ പോലെ ഒരു വിഷയമായിരുന്നു. അപ്പോൾ രാജീവ് മേനൻ സാറിനെ മീറ്റ് ചെയ്ത് പുള്ളിയുടെ കൂടെ കുറേ ആഡ് ഫിലിംസൊക്കെ ചെയ്തിട്ട് പിന്നെ രാജീവ് സാർ പറഞ്ഞു ഇനിയും കുറച്ച് ദിവസം നീ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല സാർ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പുറത്ത് വന്നത്. പിന്നെ സ്വന്തമായിട്ട് കുറേ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് പിന്നെ മിന്നലേ ചെയ്തു. പക്ഷേ ഫിലിംസ് എനിക്ക് പാഷനാണ്. പക്ഷേ ഫിലിം അല്ലാതെ എൻ്റെ ഇൻട്രസ്റ്റ്, എനിക്കൊരു ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറേ ഉണ്ട്. ഞാൻ 24 hours ഫിലിമിനെ പറ്റി ഒരു ചിന്തനയിലുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഐ റൈറ്റ് എ ലോട്ട്. എനിക്ക് ഫ്രീ ടൈം ഐ ട്രാവൽ. വീട്ടിൽ പറഞ്ഞിട്ട്, വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട്, കുട്ടികളുടെ അടുത്ത് പറഞ്ഞൊക്കെ ഐ ട്രാവൽ. The minute I sit on the aircraft, my laptop comes out and I start writing. I use my travel to write. I like to write scripts, write screenplays. ചെറിയ ഐഡിയാസ് ഒക്കെ വന്നാൽ അത് പെട്ടെന്ന് എഴുതും. Now I have got a company that's listed on London Stock Exchange actually. അതിലിപ്പോൾ കുറേ സ്ക്രിപ്റ്റ്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫിലിംസ് ആർ എ പാഷൻ. ബട്ട് ഈ ഫിലിംസ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. വേറെ ലൈഫ് ഉണ്ട് എനിക്ക്. ഐ ഹാവ് എ ഫാമിലി, ഐ ഹാവ് കിഡ്സ്. ഞാൻ അവരുടെ കൂടെ കുറേ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഐ ട്രൈ ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് ദം. സ്കൂൾ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറേ ആൾക്കാരുണ്ട്. അവരുടെ കൂടെ once in a month I try and meet them. And music is a passion for me. I like to listen to music all the time. I read a lot of books. വീട്ടിൽ ഞാൻ DVDs അത്രയും സിനിമ ഞാൻ കാണാറില്ല. I like to watch films at theaters. So, and I play a lot of cricket. ഓഫീസിൽ ഞങ്ങൾ എല്ലാവരും ലാസ്റ്റ് ഇയർ, ഈ വർഷം ഒന്നും ചെയ്തില്ല, പക്ഷേ ലാസ്റ്റ് ഇയർ എവറി സൺഡേ വിൽ പ്ലേ ക്രിക്കറ്റ്. ഞങ്ങളുടെ ഒരു ടീമുണ്ട്. സോ ഇങ്ങനെ I do a lot of other things other than films also. But my work starts every day at around 9:30, 10. I shift. ഞാൻ എന്ത് ചെയ്താലും I shift into films. I meet people, I start writing, I talk scripts. എൻ്റെ ടീമിനെ ഞാൻ അസംബിൾ ചെയ്തിട്ട് അവരുടെ കൂടെ ഞങ്ങൾ സിനിമ സംസാരിക്കും, എന്തെങ്കിലും സ്ക്രിപ്റ്റ്സ് സംസാരിക്കും. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് there's no question, that's the only work that we do. So I'm a normal person. That's what I'm trying to tell. ആദ്യമായിട്ട് മനസ്സിൽ തോന്നിയൊരു ത്രെഡ് ഏതായിരുന്നു? ആദ്യം തോന്നിയൊരു ത്രെഡ് സിനിമയാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. സി, എൻ്റെ സിനിമ നിങ്ങൾ എല്ലാം കണ്ടിരുന്ന യു വിൽ റിയലൈസ് ദാറ്റ് ഓൾ മൈ ഫിലിംസ് ആർ ഫ്രം ലൈഫ്. കുറേ ലൈഫ് എക്സ്പീരിയൻസസും ലൈഫിൽ കണ്ട അങ്ങനെ ഫാൻറ്റസി ആയിട്ട് ഇതുവരെ ഞാൻ ചെയ്തില്ല. മിന്നലെ ഓൾസോ വാസ് ഫ്രം മൈ കോളേജ് എക്സ്പീരിയൻസസ്. വാരണമായാലും വാസ് അബൌട്ട് മൈ ഫാദർ ആൻഡ് മൈ സെൽഫ്. വിനയ് താണ്ടി വാസ് എ ലവ് സ്റ്റോറി that I've seen in my life happening with somebody else. So my first scripts or the first ideas that were wrote were all, you know, the girls I met, the 16 വയസ്സിൽ ഞാൻ മീറ്റ് ചെയ്ത ഒരു പെണ്ണും ആ പെണ്ണിൻ്റെ കൂടെ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണ്, കോളേജിൽ എഴുതിയ ഒരു സ്ക്രിപ്റ്റ്. പിന്നെ കുറച്ച് ഫാൻറ്റസി ആയിട്ട് ചെയ്തത് കാക്ക ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിനെ പറ്റി ഇന്ത്യ ടുഡേയിൽ വായിച്ച. ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഫ്രം ലൈഫ്. ഇന്ത്യ ടുഡേയിൽ ഇങ്ങനത്തെ ഒരാളുണ്ട്. ഹിസ് വൈഫ് ഇസ് വെരി അഫ്രൈഡ് വെനെവർ ഹി ലീവ്സ് ഹിസ് ഹൗസ്. വൈഫിന് ഭയങ്കര ഒരു പേടിയാണ്, ഇയാൾ തിരിച്ച് വരുമോ വൈകുന്നേരം വീട്ടിൽ നിന്ന്. അത് വെച്ചിട്ടാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതിയത്.
So most of the films that I've made, all the films, all scenes are from life. അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഞാൻ കോളേജിൽ ഇരുന്നിട്ട് എഴുതിയ വിഷയങ്ങളാണ്. ഇങ്ങനെ 16-year-old ഞാൻ മീറ്റ് ചെയ്ത ഒരു പെണ്ണും എന്നെ വെച്ച് ഒരു ഐഡിയ. പ്രണയത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തു. ജീവിതത്തിൽ പ്രണയം തന്നൊരു അനുഭവം എന്തായിരുന്നു? അല്ല, അത് എല്ലാവരുടെയും ലൈഫിലും നടക്കുന്ന ഒരു വിഷയമാണ്. അത് നത്തിങ് എക്സ്ട്രോർഡിനറി. എനിബഡി വുഡ് ഗോ ത്രൂ ദാറ്റ്. ഇപ്പോൾ വിനയ് താണ്ടി വരുവായ സക്സസ്, ഇപ്പോൾ എല്ലാവരും നല്ല സിനിമ ഓക്കെ അങ്ങനെയൊക്കെ പറയും. പക്ഷേ വിനയ് താണ്ടി വരുവായ കണ്ടിട്ട് ഇത് എൻ്റെ ലൈഫിൽ നടന്ന പോലെ അങ്ങനെ ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട് എന്ന് എല്ലാവരും പറയണം. 99% of reactions that I got were people telling me that this is just like it happened in my life. Sir, ഇങ്ങനെ did you put a camera into my life? എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അടുത്ത്. But what I thought was this will happen in everybody's life. It's not one man's story. So similar experiences I have also gone through. At 16, I met a girl. She came up to me and said she likes me. ഞങ്ങൾ 5th ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ഒരു 3-4 years കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ വളരെ ഇൻസെക്യൂറായ വളരെ ഷൈ ആയ ഒരു പേഴ്സണാണ്. അപ്പോൾ ഷീ കെയിം അപ്പ് ടു മീ ആൻഡ് സെഡ് ഷീ ലൈക്സ് മീ ആൻഡ് വി സ്പെൻഡ് സം ടൈം ടുഗെദർ. ഒരു 1 year we were supposed to be going around, but we would just talk. അവളാണ് എല്ലാ സംസാരവും അവളുടെ സൈഡിൽ നിന്നായിരിക്കും. ഷീ വുഡ് ഡു ഓൾ ദ ടോക്കിംഗ്. I never even held her hand. But at the end of 1 year, she said, I don't like this because you haven't even held my hand. I don't want this എന്ന് പറഞ്ഞിട്ട് അവൾ പോയി. അതെനിക്കൊരു വളരെ ഒരു കോമിക്കലായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. The reason she broke up with me was she said, you didn't even hold my hand, so I want to break up with you എന്ന് പറഞ്ഞു. സോ അതൊക്കെ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട്. സോ മോസ്റ്റ് എക്സ്പീരിയൻസസ് ആർ ഫ്രം ലൈഫ് ആൻഡ് ദീസ് ആർ എക്സ്പീരിയൻസസ് that anybody would have gone through in life. എടുക്കുമ്പോൾ പല ചിത്രങ്ങളിലും തീവണ്ടിയിൽ വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന പ്രണയ സന്ദർഭങ്ങൾ കാണാറുണ്ട്. പ്രേക്ഷകർക്കും ഇത് ഞാനാണോ എന്ന് തോന്നിപ്പോകും അത് കാണുമ്പോൾ. സ്വന്തം ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ, തീവണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്ത ആളാണെന്ന് പറഞ്ഞു, ഇത്തരം സന്ദർഭങ്ങൾ ഒരു സ്വാധീനം ഉണ്ടാക്കിയെന്ന് തോന്നിയാൽ അത് ശരിയാണോ? ഇല്ല, ഡെഫിനറ്റ്ലി ലൈഫിൽ നടന്ന വിഷയങ്ങളാണ് എല്ലാം. അപ്പോൾ നമ്മൾ ലൈഫിൽ നടന്ന വിഷയങ്ങളാണ് ഇതുവരെ പടത്തിൽ ചെയ്യുന്നത്. എനിക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ഒരു 10th പഠിക്കുമ്പോൾ പാക്കിസ എന്നൊരു ഫിലിം കണ്ടു. ഒരു ക്ലാസിക്കാണത്. അതിൽ രാജ്കുമാർ മീനാകുമാരിയാണ്. അതിൽ ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട്. ഒരു ട്രെയിനിൽ ഫസ്റ്റ് പ്രാവശ്യം രണ്ടുപേരും മീറ്റ് ചെയ്യും. ഫേസ് കാണില്ല, പക്ഷേ ഹീറോയിൻ്റെ ഫേസ് കാണില്ല, കാല് മാത്രം അവർ കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫുൾ ജേർണിയിൽ ഒരു ദുപ്പട്ടാവോ എന്തോ ഫേസിലുണ്ടാവും. ഹീറോയിൻ വിൽ ബി സ്ലീപ്പിംഗ്, പക്ഷേ കാല് മാത്രം കുറേ ആൾ കാണും. പിന്നെ പോകുമ്പോൾ ഒരു നോട്ട് എഴുതി വെക്കും, ഇങ്ങനെ യുവർ ഫീറ്റ് ആർ സോ ബ്യൂട്ടിഫുൾ, ഡോണ്ട് പുട്ട് ദം ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്, ദേ ഷുഡ്ന്റ് ഗെറ്റ് ഡേർട്ടി എന്ന്. അത് ഭയങ്കര ഇമ്പ്രസ്സായി എനിക്കത്. ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ സീൻ. പിന്നെ ഞാനൊരു 16-17 തൊട്ട് എനിക്ക് കുറേ ഞാൻ ചെന്നൈ ടു ഒറ്റപ്പാലം ട്രെയിനിൽ പോവും. കോയമ്പത്തൂർ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അച്ഛനെ ഞങ്ങൾ ട്രെയിനിലാണ് കൂട്ടിയിട്ട് പോവുക. അപ്പോൾ ആ ട്രെയിൻ ജേർണീസിൽ എൻ്റെ കുറേ എക്സ്പീരിയൻസസ് എനിക്കിങ്ങനെ. പിന്നെ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റപ്പാലത്ത് പോവും. ട്രിച്ചിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റപ്പാലത്ത് പോവും. കുറേ ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ, എറണാകുളം കുറേ പോയിട്ടുണ്ട്. അതിൽ നടന്ന കുറേ എക്സ്പീരിയൻസസ് ആണ് എൻ്റെ ഈ ഒരു ട്രെയിനിൻ്റെ ഭയങ്കര എല്ലാ പടത്തിലും എനിക്ക് ഏതെങ്കിലും ഒരു സീൻ എഴുതി ഇത് ട്രെയിനിൽ ഉണ്ടായ എങ്ങനെയാണെന്ന് ഒരു ഫീലിംഗ് വരും എനിക്ക്. ഇങ്ങനെ ലൈഫിൽ നടന്ന വിഷയങ്ങളാണ് അതൊക്കെ. രാജീവ് മേനൻ്റെ ഒപ്പം നിന്നിട്ടൊരു സ്വതന്ത്ര സംവിധായകനായിട്ട് മാറി. ജീവിതത്തിൽ പ്രത്യേകിച്ച് സിനിമാ ജീവിതം എടുക്കുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുന്നത് എവിടെ നിന്നാണ്? സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി. ആ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഐ വുഡ്ന്റ് ബീൻ ഏബിൾ ടു ഡു എനിത്തിങ്. ഇപ്പോൾ നമ്മൾ 24 hours വർക്കാണത് സംടൈംസ്. ആൻഡ് ഇപ്പോൾ കുറേ വർക്ക് മറ്റവരുടെ ടൈം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ റഹ്മാൻ സാറിൻ്റെ റെക്കോർഡിങ്, റഹ്മാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പുള്ളിയുടെ ടൈം ആണ്, എൻ്റെ ടൈം അല്ലാതെ. പുള്ളി പറയും ഇങ്ങനെ നൈറ്റ് 10:30 വരും എന്ന് പറയും. അപ്പോൾ മോർണിംഗ് 4:30 വരെ റെക്കോർഡിംഗ് ഉണ്ടാവും. ഒരേ ഒരു ഫോൺ കോൾ എനിക്ക് അത്രേ ഉള്ളൂ. ഐ ഹാവ് ടു കോൾ മൈ വൈഫ് ആൻഡ് ടെൽ ഹർ ഐ എം സ്റ്റക്ക്, ഐ വോണ്ട് ബി ഏബിൾ ടു കം ബാക്ക്. കുട്ടികളൊക്കെ ദേ വെരി ക്ലോസ് ടു മീ. ഐ മീൻ ജസ്റ്റ് ലൈക്ക് ഇൻ എവറി അതർ ഫാമിലി. ഐ ഹാവ് 3 boys ആൻഡ് മേ ബി ഇറ്റ്സ് ബിക്കോസ് ഐ സ്പെൻഡ് വെരി ലെസ് ടൈം വിത്ത് ദം ദറ്റ് എൻ്റെ കൂടെ കുറച്ച് സമയം കിട്ടിയാലും ദേ ജസ്റ്റ് ഡോണ്ട് ലെറ്റ് മീ ഗോ. They get really upset. ഞാൻ വീട്ടിൽ വന്നില്ലെങ്കിൽ they get really upset. So those are the things that I actually miss. That is the only problems actually. But if that support wasn't there, ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല. Definitely. I mean, and there are moments when my wife gets a little upset that I'm not spending time with them. കുറേ important momentsലൊക്കെ ഞാൻ ഉണ്ടാവില്ല കൂടെ. Just small things, ഒരു ക്രിസ്മസോ ഒരു ദീപാവലിയോ അല്ലെങ്കിൽ ഒരു when my wife's brother they had a child, അപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ചെറിയ വിഷയങ്ങളാണ്. പക്ഷേ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഈ ടൈമിലൊക്കെ കൂടെ ഇരിക്കാൻ പറ്റില്ല, പക്ഷേ അവർ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഐ എം ഏബിൾ ടു റൈറ്റ്, ഐ എം ഏബിൾ ടു ഡു മൈ ഓൺ തിങ്.
അതില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ആരും നോബഡി ക്യാൻ സർവൈവ്, അത് ഷുവറാണ്. യു നീഡ് ദ സപ്പോർട്ട് ഓഫ് യുവർ ഫാമിലി. മിന്നലെ എന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചു. ആദ്യ സിനിമ ചെയ്തപ്പോൾ എത്രത്തോളം ഒരു പ്രതീക്ഷയും ആശങ്കയും ഉണ്ടായിരുന്നു? ഷൂട്ടിൻ്റെ തലേ ദിവസം പോലും അനുഭവിച്ചൊരു അവസ്ഥയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. 99% ഒരു ഫസ്റ്റ് ഫിലിം ഡയറക്ടറിന് ഫ്രീഡം കിട്ടില്ല. 99% നമ്മളൊരു ഫ്ലോയിൽ അത് ചെയ്യും ആ ഫിലിം. വെരി റെയർലി സംബഡി വിൽ ബി ഏബിൾ ടു മേക്ക് ദറ്റ് ഫസ്റ്റ് ഫിലിം ദറ്റ് ഹി ഈസ് വാണ്ടഡ് ടു മേക്ക്. എൻ്റെ ഫസ്റ്റ് ഫിലിം അങ്ങനെ ചോദിച്ചാൽ കാക്കക്കായിരുന്നു. എനിക്കതിൽ ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു. ഞാൻ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് കോപ്പി സൈൻ ചെയ്തിട്ട് അപ്പ് ഫ്രണ്ട് ഞാൻ പണം വാങ്ങിയിട്ട് ഞാൻ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്തു. അപ്പോൾ ഐ വാസ് ഏബിൾ ടു ഡു വാട്ട് ഐ വാണ്ട്. മിന്നലെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ഫ്ലോ, എൻ്റെ ഒരു ഫീൽ അല്ല അത് എൻറ്റയർലി. അത് ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. നിനക്കൊന്നും അറിയില്ല, ഇങ്ങനെ ചെയ്താൽ മതി, അത് കട്ട് യൂസ് ചെയ്യുന്ന, അങ്ങനെ കുറച്ച് കോമഡി ആഡ് ചെയ്യുന്നു എന്നൊക്കെ കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ചില സീൻസൊക്കെ നമ്മൾ വെച്ചിട്ടാണ് അത് ചെയ്തത്. പിന്നെ എനിക്ക് സോങ്സ് അത്ര ഇഷ്ടം, എനിക്ക് എൻ്റെ സ്റ്റൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല സോങ് എനിക്ക് കിട്ടി, പക്ഷേ പ്രൊഡ്യൂസറിൻ്റെ സപ്പോർട്ട് അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ മലേഷ്യയിൽ കൊണ്ടുപോയി സോങ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. എനിക്കത് ആവശ്യപ്പെട്ടുന്നില്ല, എനിക്ക് ചെന്നൈ മതി എന്ന് പറഞ്ഞു. ഇല്ല, മലേഷ്യയിൽ പോയി ഷൂട്ട് ചെയ്യുന്നത്, അവിടെ ഡാൻസേഴ്സ് എനിക്ക് കിട്ടില്ല. അപ്പോൾ ആ സോങ്ങിൽ അഴകിയെത്തി എന്ന് പറഞ്ഞ ഒരു പാട്ടിന് എനിക്ക് ഡാൻസേഴ്സ് ആവശ്യപ്പെട്ടു. അവിടെ ഡാൻസേഴ്സേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 days ഷൂട്ടിംഗ്, മാധവൻ്റെ ഡേറ്റ് 3 days കിട്ടിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും എടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു. സോ അങ്ങനെ കുറേ വിഷയങ്ങൾ ഒരു ഫസ്റ്റ് ഫിലിം ഡയറക്ടർ കിട്ടില്ല. പക്ഷേ ഈ ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന ഒരു 1 week മുമ്പ് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു, മാധവൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ മാധവൻ സംഭവം, ഞാൻ ഏതോ ഒരു പാർട്ടിയിൽ മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി ഒരു വേറെ ഒരു റൈറ്ററിനെ വെച്ചിട്ട് അത് കുറച്ച് ഡെവലപ്പ് ചെയ്തു. ഇത് ഹിന്ദിയിലും ചെയ്യണം എന്നൊക്കെ മുമ്പേ പ്ലാൻ ആയിരുന്നു. ആൻഡ് മാധവൻ്റെ പ്രോബ്ലം എന്താണ്, ഭയങ്കര ബിസിനസ്സും ഭയങ്കര ഒരു പ്രൊഡ്യൂസറിൻ്റെ ഫീൽഡിലാണ് എല്ലാ ഫിലിമും മാധവൻ ചെയ്യുക. ശരിക്കും നല്ല ആർട്ടിസ്റ്റാണ്, അതുമാത്രം ചെയ്താൽ മതി. പക്ഷേ അത് ചെയ്യില്ല. ഒരു പ്രൊഡ്യൂസറിൻ്റെ ലെവലിൽ ഇതിങ്ങനെ പ്ലാനിങ് ചെയ്യണം, ഇതിങ്ങനെ പോകണം എന്നൊക്കെ ഭയങ്കര ഒരു ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു 1 week മാധവൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മൾ ഒരു മാധവൻ, ഹാരിസ് ജയരാജ് ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ടെൻഷനാണ് ഇറങ്ങിയത്. പക്ഷേ ഫസ്റ്റ് ഡേ ഷൂട്ട് തൊട്ട് ഒരു ടെസ്റ്റ് ആയിരുന്നു. പ്രൊഡ്യൂസറിൻ്റെ ഒരു വാച്ച്ഫുള്ളായി ഇതൊന്നും ശരിയായിട്ട് എടുക്കുന്നുണ്ടോ, ഇന്ന് 40 ഷോട്ട്സ് എടുത്തു, അതെന്താ 40 ഷോട്ട്സ് എടുത്ത്, ഈ സീനിന് അത്ര ഷോട്ട്സ് ആവശ്യമാണോ, എന്താ ഇത്ര ഷോട്ട്സ് കട്ട് ചെയ്യുന്നൊക്കെ എവറി ഡേ there was a test. കുറേ ക്വസ്റ്റ്യൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതാണ് പ്രോബ്ലം. ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിനിമ ചെയ്യണം, ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ കേട്ടിട്ട് അവർ ഇറങ്ങും, പക്ഷേ ഡെയിലി ഡയറക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് തെറ്റാണ്. ഇപ്പം നമ്മൾ എല്ലാ ഡിസ്കഷനും ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഐഡിയ. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. കുറേ നല്ല പ്രൊഡ്യൂസർ അത് ചെയ്യും. ഷൂട്ടിംഗ് തുടങ്ങാനേ പാടില്ല. ആക്ച്വലി യു ഷുഡ് ഓൾവേസ് വർക്ക് ഓൺ ദ സ്ക്രിപ്റ്റ്. അത് ഇഷ്ടം പോലെ കുറേ ഡിസ്കസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ഫസ്റ്റ് ലോക്ക് ചെയ്തിട്ട് ദെൻ ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ഡയറക്ടർ ഇസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ ഗുഡ് ഫിലിം. ഇപ്പോൾ ഒരു നല്ല സ്ക്രിപ്റ്റ് വെരി ഈസിലി ക്യാൻ ബി സ്പോയിൽഡ് ബൈ എ ബാഡ് ഡയറക്ടർ. അതുകൊണ്ട് മേക്ക് ഷുവർ യുവർ ഡയറക്ടർ ഇസ് എ ഗുഡ് ഡയറക്ടർ. ഒരു 2-3 സീൻസ് ടെസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് ബിഫോർ ഷൂട്ടിംഗ്, അതൊക്കെ ബിഫോർ ഷൂട്ടിംഗ്. വൺസ് ഷൂട്ടിംഗ് സ്റ്റാർട്ട്സ്, ലീവ് ഇറ്റ് ടു ദ ഡയറക്ടർ ആണ് എൻ്റെ ഒരു ഐഡിയ.